മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് സമർപ്പിക്കുന്നത് എഗിരി പൈ ജ്വല്ലറി നിയർ പത്മ ജംഗ്ഷൻ MG റോഡ് എറണാകുളം. Time for our second performance. Let's welcome onto stage Mr. Shahid. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. അസ്സലാമു അലൈക്കും. ഞാൻ ഷാഹിദ്, കോഴിക്കോട് ജില്ല അത്തോളി സ്വദേശിയാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു മൈലാജി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വെൽക്കം ഷാഹിദ്. താങ്ക് യു. ഷാഹിദ് നാട്ടിലെവിടെയാണ്? കാലിക്കറ്റ് അത്തോളി എന്ന് പറഞ്ഞു. ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് പാടാൻ പോകുന്നത്? കൂടുതലാണ് പഠിച്ചവരെന്ന് പറഞ്ഞാൽ MASISക പാടിയ പാട്ട്. MASISക പാടിയ പാട്ട്. എനിവേസ് നന്നായി പാടുക. സെക്കൻഡ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകുമിലാഹിനെ മറന്നവരെ. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകുമിലാഹിനെ മറന്നവരെ. ഉടയോൻ പാടച്ചവരെ അഞ്ച് നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വിധിച്ചു റമളാനിൽ നോമ്പ് നോൽക്കാൻ. അഞ്ച് നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വിധിച്ചു റമളാനിൽ നോമ്പ് നോൽക്കാൻ. ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകുമിലാഹിനെ മറന്നവരെ. ഉടയോൻ പാടച്ചവരെ വിധിച്ചതെല്ലാം നമ്മൾ വെടിഞ്ഞു പോയി. വിവിധ ദുർമാർഗത്തിൽ കുടുങ്ങിപ്പോയി. വിധിച്ചതെല്ലാം നമ്മൾ വെടിഞ്ഞു പോയി. വിവിധ ദുർമാർഗത്തിൽ കുടുങ്ങിപ്പോയി. വിനാശത്തിന്റെ വിത്ത് വിതച്ചു പോയി. വിനാശത്തിന്റെ വിത്ത് വിതച്ചു പോയി. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകുമിലാഹിനെ മറന്നവരെ. ഉടയോൻ പാടച്ചവരെ സ്വത്തും സുഖവും വീടും നാടും പേടിയും നേരം സ്വന്തം കുടുംബക്കാർ തേങ്ങി കരയും നേരം. സ്വത്തും സുഖവും വീടും നാടും പേടിയും നേരം സ്വന്തം കുടുംബക്കാർ തേങ്ങി കരയും നേരം. സകലം അറിയും ഇലാഹിന്റെ സഹായം മാത്രം. സകലം അറിയും ഇലാഹിന്റെ സഹായം മാത്രം. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകുമിലാഹിനെ മറന്നവരെ.
ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകുമിലാഹിനെ മറന്നവരെ. നന്നായിട്ടുണ്ടായിരുന്നു ഷാഹിദ്. പേഴ്സണലി ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. ആ ഒരു നല്ല ഭക്തി മൂഡിലേക്ക് തന്നെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി. എനിവേസ് ജഡ്ജസിന്റെ അടുത്ത് കമന്റ് ചോദിക്കാം അല്ലേ പാപ്പൂക്ക? ഒരു 70 കാലഘട്ടത്തിലുള്ള പാട്ടാണിത് അല്ലേ? MA അസീസിന്റെ റിക്കാർഡ് പാട്ടാണ്. അദ്ദേഹം ധാരാളം മാപ്പിളപ്പാട്ടുകൾ പാടി ഒന്നും നേടാൻ മരിച്ചുപോയ ഒരു പാട്ടുകാരനാണ്. ഇതുപോലുള്ള മൈലാഞ്ചി പോലുള്ള പരിപാടിയിൽ നേരത്തെ പാട്ട് KS-ന്റെ പാട്ട്, ഇത് MA അസീസിന്റെ. അതുപോലുള്ള പഴയ പാട്ടുകാരെ ഓർമ്മിക്കാനും ആ പാട്ട് കേൾക്കാനും അവസരമുണ്ടായി. ഇന്നത്തെ ചെറുപ്പക്കാർ അത് തിരഞ്ഞെടുക്കാൻ തയ്യാറായതിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ പാടിയത് അനുപല്ലവിയിൽ 1-2 സ്ഥലത്ത് 5 നേരത്തെന്നും സ്വത്തും സുഖവും അവിടെയൊക്കെ ഒന്ന് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അസീസ്ക ആലപ്പുഴക്കാരനാണ്. അസീസ്ക അറിയില്ലേ? ഈ പാട്ട് തിരഞ്ഞെടുത്തത് വളരെ നന്നായി. പിന്നെ നന്നായിട്ട് പാടി, അത്യാവശ്യം തെറ്റില്ല. ചില ശ്രുതി പ്രശ്നങ്ങളൊക്കെ ബാബു പറഞ്ഞല്ലോ. അഭിനന്ദനം. താങ്ക് യു ജഡ്ജസ്. എന്നാലും ജഡ്ജസ് പറഞ്ഞ പോലെ നല്ലൊരു സെലക്ഷൻ തന്നെയായിരുന്നു. അവിടെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക്, ബട്ട് ഇറ്റ്സ് ഓക്കെ റൈറ്റ്?